1912 ഏപ്രിൽ 10 ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ, ഏറ്റവും ആഡംബരമായ കപ്പൽ ടൈറ്റാനിക്. ഒരിക്കലും മുങ്ങില്ല എന്ന വിശ്വാസത്തിൽ നിർമ്മിച്ച ഒരു ഭീമൻ കപ്പൽ. 2200-ലധികം യാത്രക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറച്ചൊരു യാത്ര. പക്ഷേ ആ സ്വപ്നങ്ങളിൽ ഒരു തണുത്ത രാത്രിയിൽ ഒരു ഐസ്ബർഗിന്റെ സാന്നിധ്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമായി മാറി. ഇതാണ് ടൈറ്റാനിക്കിന്റെ യഥാർത്ഥ കഥ. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 1909 ഇംഗ്ലണ്ടിലെ ബെൽഫാസ്റ്റിലെ ഹാർലൻഡ് ആൻഡ് വോൾഫ് ഷിപ്പ്യാർഡിൽ ലോകം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ കപ്പലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ അഭിമാനവും മനുഷ്യന്റെ സാങ്കേതിക സ്വപ്നവും ചേർന്നതാണ് ടൈറ്റാനിക്. 269 മീറ്റർ നീളം, 46,000 ടൺ ഭാരം, 10 നില ഉയരം, 16 വെള്ളം കടക്കാത്ത കമ്പാർട്ട്മെന്റുകൾ, 29 വലിയ ബോയിലറുകൾ, ഇരട്ട അടിത്തറ, എഞ്ചിനുകൾ ആ കാലത്തെ ഏറ്റവും വലിയ അത്ഭുതം. ഇതൊക്കെ ചേർന്നാൽ മനുഷ്യൻ പ്രകൃതിയെ ജയിക്കാമെന്നൊരു ധാർഷ്ട്യമുണ്ടാകുന്നത് സ്വാഭാവികം. ടൈറ്റാനിക് 2200 യാത്രക്കാരുടെ സ്വപ്നങ്ങൾക്കൊപ്പം അവരെ സംരക്ഷിക്കാൻ, സേവിക്കാൻ, കപ്പൽ സുരക്ഷിതമായി നടത്താൻ 900-ലധികം ക്രൂ മെമ്പേഴ്സിനെ നിയമിച്ചിരുന്നു. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് രാജകീയ സൗകര്യങ്ങൾ, കൊട്ടാരങ്ങളിലേതുപോലുള്ള സ്റ്റെയർ കേസുകൾ, ടർക്കിഷ് ബാത്റൂമുകൾ, ലൈബ്രറി, ജിംനേഷ്യം, സ്മോക്കിംഗ് റൂമുകൾ, സംഗീത ബാൻഡ്, 5 സ്റ്റാർ നിലവാരത്തിലുള്ള ഭക്ഷണം. സെക്കൻഡ് ക്ലാസ്സിൽ നല്ല നിലവാരമുള്ള യാത്ര. തേർഡ് ക്ലാസ്സിൽ ലളിതം, പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ ജീവിതത്തിന്റെ സ്വപ്നം. കപ്പലിന്റെ ക്യാപ്റ്റൻ ഏറ്റവും പരിചയസമ്പന്നൻ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത്. കപ്പലിന്റെ ചീഫ് ഡിസൈനർ തോമസ് ആൻഡ്രൂസ്. ടൈറ്റാനിക് അവന്റെ കുഞ്ഞെന്ന പോലെ. കമ്പനിയുടെ ഉടമ ജെ ബ്രൂസ് ഇസ്മേ വലിയ സ്വപ്നങ്ങളുള്ള മനുഷ്യൻ. പല സ്വപ്നങ്ങളുമായി വിവിധ കുടുംബാംഗങ്ങൾ, കുട്ടികൾ, യുവാക്കൾ. ഏപ്രിൽ 10 സതാംപ്ടൺ. ആയിരങ്ങൾ നോക്കി നിൽക്കെ ടൈറ്റാനിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നു. ഇതൊരു പ്രശസ്ത യാത്ര. ലോകം അതിനെ ഒരു ആഘോഷമായി കാണുന്നു. ഫ്രാൻസിലെ ചെറുബങ്ങിൽ നിന്നും യാത്രക്കാരെ എടുക്കുന്നു. അയർലൻഡിലെ ക്യൂൻസ്റ്റണിൽ നിന്നും അവസാന സംഘം കയറുന്നു. അങ്ങനെ 2200-ലധികം യാത്രക്കാരുമായി ന്യൂയോർക്ക് സിറ്റി ലക്ഷ്യമാക്കി ആ ഭീമൻ കപ്പൽ യാത്ര തുടരുന്നു. ടൈറ്റാനിക് തുറമുഖം വിട്ട് കടലിലേക്ക് നീങ്ങിയപ്പോൾ ആ വലിയ കപ്പലിന്റെ ഓരോ ഭാഗവും ഒരു ജീവിയെപ്പോലെ മന്ദഗതിയിൽ ഉയർന്നിരുന്നതുപോലെ തോന്നി. സമുദ്രത്തിന്റെ കാറ്റ് മൃദുവായി വീശിയപ്പോൾ യാത്രക്കാരുടെ മനസ്സിൽ ഒരു പുതുമയും ആവേശവും നിറഞ്ഞു. മുൻപടിയിൽ നിന്ന് നോക്കുമ്പോൾ കപ്പലിന്റെ വിശാലത തന്നെ വിസ്മയിപ്പിച്ചു. തെളിഞ്ഞുള്ള ആകാശം, മഞ്ഞിലയിക്കുന്ന നീലക്കടൽ, കപ്പലിന്റെ മുന്നിലൂടെ പിളർന്നു പോകുന്ന വെള്ളത്തിന്റെ ശബ്ദം സഞ്ചാരികൾക്കൊരു സന്തോഷം തന്നെ. മിക്ക ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരും കപ്പലിന്റെ ഗ്രാൻഡ് സ്റ്റെയർ കേസിൽ കൂടി നടക്കുകയും ഒരുമിച്ച് കൂടി സംസാരിക്കുകയും ചെയ്തു. ചിലർ ഡിസൈനുകളും കൊത്തുപണികളും ആസ്വദിച്ചു. ഫസ്റ്റ് ക്ലാസ് ഡെക്കിൽ പുരുഷന്മാർ തങ്ങളുടെ പൈപ്പുകൾ പിടിച്ച് സമുദ്രം നോക്കി സംസാരിക്കുമ്പോൾ സ്ത്രീകൾ മൃദുവായ ചിരിയോടെ വില കൂടിയ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. സെക്കൻഡ് ക്ലാസ്സിൽ ലളിതമായ ചിരികളും സംഭാഷണങ്ങളുമായിരുന്നു. കുട്ടികൾ കാറ്റിൽ കളിച്ചും ദമ്പതികൾ റെയിലിംഗിൽ പിടിച്ച് കടലിന്റെ കാഴ്ചയിൽ ആനന്ദിച്ചും ചിലർ റീഡിംഗ് റൂമിലും സമയം ചെലവഴിച്ചു. 3-ാം ക്ലാസ് യാത്രക്കാർക്കിടയിൽ നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഐറിഷ് സംഗീതവും ചെറു ഒത്തുകൂടലുകളും കുട്ടികളുടെ കളികളും. ലളിതമാണെങ്കിലും ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ. അവർക്കിതൊരു യാത്ര മാത്രമല്ല, ജീവിതത്തിലേക്കുള്ള പുതിയൊരു തുടക്കമായിരുന്നു. 2-ാം ദിവസം കടൽ അത്ഭുതകരമായ ശാന്തം. ടൈറ്റാനിക് അതിന്റെ വേഗത നിലനിർത്തി മുന്നേറുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ വലിയ ഡൈനിങ് ഹാളിൽ ഫ്രഞ്ച് വിഭവങ്ങളും സംഗീതവും. ഒരുപാട് സംസാരങ്ങളും ചിരികളും. ജീവിതം ആഡംബരത്തിൽ മുഴുകിയതുപോലെ. ഡെക്കിലൂടെ ചിലർ നടക്കുകയും ചെയറിലിരുന്ന് പുസ്തകങ്ങളോ ന്യൂസ് പേപ്പറുകളോ വായിക്കുകയും ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ കപ്പലിന്റെ മെറ്റൽ റെയിലിംഗ്സ് തിളങ്ങി നിൽക്കുന്നു. കപ്പലിന്റെ താഴെയുള്ള എഞ്ചിൻ റൂമിൽ നിരവധി ജോലിക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ബോയിലറുകളുടെ ചൂട്, ഉയർത്തൊഴുകുന്ന ഫയർമാൻ, യന്ത്രത്തിന്റെ നിരന്തര ശബ്ദം. മുകളിൽ കാണുന്ന സമാധാനത്തെക്കാൾ വളരെ വ്യത്യസ്തമായൊരു ലോകം. 3-ാം ദിവസം യാത്രക്കാർ അഭിമാനത്തോടെ പറയുന്നു, ഇത്രയും വലിയ കപ്പൽ ഇത്രയും ശാന്തമായി സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കില്ല. ടൈറ്റാനിക് അക്ഷരാർത്ഥത്തിൽ കടലിൽ ഒരു അതിശയകരമായ നഗരം പോലെ നീങ്ങുന്നു. യാത്രക്കാരുടെ ഇടയിൽ പരിചയം വളരുന്നു. പുതിയ സുഹൃത്തുക്കൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ പദ്ധതികൾ.
ലൈഫ് ബാൻഡിന്റെ കൈകളിൽ നിന്നും മധുരമുള്ള വയലിൻ സംഗീതമുയർന്നു. അത് കപ്പലിന്റെ മുഴുവൻ ഭാഗത്തും ശാന്തത പകരുന്ന സംഗീതമായിരുന്നു. 4-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ സമുദ്രം അത്ഭുതകരം തന്നെ ശാന്തമായി. തിരമാലകളൊന്നുമില്ല. കടൽ ഒരു കണ്ണാടി പോലെ. ഈ ശാന്തത ചിലർക്ക് സുന്ദരമായി തോന്നി, ചിലർക്ക് വിചിത്രവുമായും. ലുക്കൌട്ട്സ് മാത്രം തണുത്ത കാറ്റിൽ കറുത്തതും അനിശ്ചിതത്വമുള്ളതുമായ ദൂരങ്ങളെ നോക്കി നിൽക്കുന്നു. ടൈറ്റാനിക്കിൽ ജീവിക്കുന്നത് ഒരു ചെറിയ രാജ്യമാണെന്ന് തോന്നും. സംഗീതം, വർണ്ണലിറ്റുകൾ, ചിരികൾ, ഭക്ഷണം, സൗഹൃദങ്ങൾ. അവരെ കാത്തിരിക്കുന്ന ഭീഷണി ചിന്തകൾക്കപ്പുറമായിരുന്നു. യാത്രയുടെ ആദ്യ ദിവസങ്ങൾ ടൈറ്റാനിക്കിൽ ഒരു രണ്ടാം ലോകമുണ്ടാക്കിയിരുന്നു. സുരക്ഷ, ആഡംബരം, സന്തോഷം, സ്വപ്നങ്ങൾ. പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം കൃത്യം ഏതാനും മണിക്കൂറുകൾക്കകം മാറി മറിഞ്ഞു പോകുമെന്ന് അവർക്കറിയില്ലായിരുന്നു. തോമസ് ആൻഡ്രൂസ് എല്ലാ മുറികളും, ഡെക്കും സുരക്ഷയും പരിശോധിക്കുന്നു. അവൻ അഭിമാനത്തോടെ കപ്പലിന്റെ ഭിത്തികളെ തൊടുന്നു. എന്നാൽ അവർ ആരും അറിഞ്ഞില്ല ഈ യാത്ര അവരുടെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയായിരിക്കും എന്ന്. ഏപ്രിൽ 12. സമുദ്രം ഭയപ്പെടുത്തുന്ന വിധം ശാന്തം. ഒരു തിരമാല പോലുമില്ല. ഒന്നിനു പിന്നാലെ ഒന്നായി കപ്പലിലേക്ക് മെസ്സേജുകൾ എത്തുന്നു. മെസാബ, കാലിഫോർണിയാൻ, കരോണിയ, ബാൾട്ടിക് എല്ലാ കപ്പലുകളും ടൈറ്റാനിക്കിന് മുന്നറിയിപ്പ് നൽകുന്നു. മുന്നിൽ ഭീകരമായ ഐസ്ബർഗുകൾ. പക്ഷേ വയർലെസ് ഓപ്പറേറ്റർ ബിസിയാണ്. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുടെ പേഴ്സണൽ മെസ്സേജസ് അയക്കുന്നു. ക്യാപ്റ്റൻ ചില മുന്നറിയിപ്പുകൾ വായിച്ചെങ്കിലും വേഗം കുറയ്ക്കാനുള്ള പ്രധാന തീരുമാനം എടുക്കുന്നില്ല. ഉടമ ഇസ്മയുടെ സ്വപ്നമാകട്ടെ ടൈറ്റാനിക് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വേഗത്തിൽ ന്യൂയോർക്കിലെത്തണം എന്നാണ്. ഏപ്രിൽ 14. വലിയ ദുരന്തത്തിനു മുമ്പുള്ള ശാന്തത. തണുത്ത കാറ്റ്, ഇരുണ്ട ആകാശം. പുറം കാഴ്ചയ്ക്ക് ബൈനോക്കുലേഴ്സ് ഇല്ല. പ്രവേശന കല്ലുകൾ നഷ്ടപ്പെട്ടു. സമുദ്രം എത്ര ശാന്തമായിരുന്നുവോ അത്ര തന്നെ കപടമായിരുന്നു ആ രാത്രിയിൽ. രാത്രി 11:39. ലുക്കൌട്ട് ഫെഡറിക് ഫ്ലീറ്റ് മുന്നിൽ ഒരു ഭീകരമായ രൂപം കാണുന്നു. ഒരു വൻ ഐസ്ബർഗ്. അയാൾ ഉച്ചത്തിൽ അലറി വിളിച്ചു, "മഞ്ഞുമല, മുന്നിൽ മഞ്ഞുമല!" ഓഫീസർ മഡ്രോക്ക് സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വേഗം കുറയ്ക്കാൻ വൈകിപ്പോയി. കടലിൽ ഒരു ഭീമൻ കപ്പൽ പെട്ടെന്ന് തിരിയില്ല. ഐസ്ബർഗ് ടൈറ്റാനിക്കിന്റെ വലതുവശം തുരന്നു കടക്കുന്നു. പുറത്തു വലിയ ശബ്ദം, ഉള്ളിൽ ചെറിയ നടുക്കം മാത്രം. യാത്രക്കാർ സംശയിക്കുന്നു, എന്തോ തട്ടി. പക്ഷേ വലിയ ഒന്നല്ല. 5 വലിയ കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം നിറയുന്നു. തോമസ് ആൻഡ്രൂസ് കണക്കു കൂട്ടുന്നു. കപ്പൽ മുങ്ങും കുറച്ചു മണിക്കൂറിനുള്ളിൽ. ക്യാപ്റ്റൻ സ്മിത്തിന് ഞെട്ടലിൽ വാക്കുകൾ മരവിച്ചു പോയ നിമിഷം. ഒരിക്കലും മുങ്ങില്ലെന്ന് പറഞ്ഞ കപ്പലിന്റെ വിധി 2 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കപ്പെട്ടു. അർദ്ധരാത്രി 12:05. ക്യാപ്റ്റൻ ലൈഫ് ബോട്ട് ഉത്തരവിറക്കുന്നു. ആദ്യം സ്ത്രീകളും കുട്ടികളും. കപ്പലിലെ നിയമം അതാണ്. 2200 യാത്രക്കാർ. എന്നാൽ 1178 പേരെ ഉൾക്കൊള്ളാനുള്ള ലൈഫ് ബോട്ടേ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മിക്ക ബോട്ടുകളും പകുതി നിറച്ചാണ് ഇറങ്ങിയത്. കാരണം യാത്രക്കാർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഈ കപ്പൽ മുങ്ങുമെന്ന്. 3-ാം ക്ലാസ്സിലെ കാഴ്ചകൾ അതിഭയാനകമായിരുന്നു. വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. വെള്ളം താഴത്തെ ഡെക്കിൽ കയറുന്നു. യാത്രക്കാർ ഉച്ചത്തിൽ കരയുന്നു. കപ്പലിന്റെ ഭിത്തിയിൽ ഇടിക്കുന്നു. കുട്ടികളെ പിടിച്ചു കരയുന്ന അമ്മമാർ, ഭാര്യയെ ബോട്ടിലേക്ക് അയക്കുന്ന ഭർത്താക്കന്മാർ, നമുക്കൊന്നിച്ചു മരിക്കാമെന്ന് പറയുന്ന ദമ്പതിമാർ. ആൻഡ്രൂസ് യാത്രക്കാരെ രക്ഷിക്കാൻ മാത്രം ശ്രമിക്കുന്നു. തകർന്ന ഹൃദയത്തോടെ നിശബ്ദനായ ക്യാപ്റ്റൻ സ്മിത്ത്. യാത്രക്കാരെ ശാന്തരാക്കാൻ മ്യൂസിക് ബാൻഡ് സംഗീതം ആലപിക്കുന്നു. അവരുടെ അവസാന സംഗീതം, നിയറർ മൈ ഗോഡ് ടു ദീ. മരണത്തിന്റെ നിഴലിനൊപ്പം മനുഷ്യന്റെ മനസ്സിന്റെ മഹത്വവും ദുർബലതയും തെളിഞ്ഞു. പുലർച്ചെ 2 മണി. കപ്പലിന്റെ മുൻഭാഗം വെള്ളത്തിനടിയിലായി. പിൻഭാഗം ആകാശത്തോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്നു. ആളുകൾ ഭീതിയിൽ ചെരിഞ്ഞ ഡെക്കിലൂടെ താഴേക്ക് വഴുതി വീഴുന്നു. ചുറ്റും ഇരുണ്ട രാത്രിയും തണുത്ത സമുദ്രജലവും. ഇസ്മെ അവസാന നിമിഷങ്ങളിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനായി ഒരു ലൈഫ് ബോട്ടിൽ കയറിപ്പോകുന്നു. ആ തീരുമാനമാണ് പിന്നീട് ലോകമെമ്പാടും അവന്റെ മേൽ വെറുപ്പ് വളരാൻ കാരണം. അവസാന നിമിഷങ്ങളിൽ തോമസ് ആൻഡ്രൂസ് പൂർണ്ണ നിശബ്ദനായിരുന്നു. അവൻ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിലേക്ക് പോയി അവിടെ ഒറ്റയ്ക്ക് നിന്നു. തന്റെ സൃഷ്ടിയായ കപ്പൽ സ്ഥായിയായ മരണത്തിലേക്ക് വഴുതി മാറുന്നത് അവൻ ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു. ടൈറ്റാനിക് അവസാന ശ്വാസം പിടിക്കുന്നു. മുഴുവൻ കപ്പലും ഇരുട്ടിന്റെ മധ്യേ വിറങ്ങലിക്കുന്നു. ദൂരെയൊക്കെ യാത്രക്കാരുടെ നിലവിളി, തകർന്ന ലോകങ്ങളുടെ ശബ്ദം, തണുത്ത കാറ്റിന്റെ കുത്തേറ്റ് വരുന്ന വീർപ്പുമുട്ടൽ. കപ്പലിന്റെ മുകളിലത്തെ ഭാഗമായ ബ്രിഡ്ജിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരുടെയും കരയുന്നവരുടെയും ഇടയിൽ ഒരു മനുഷ്യൻ മാത്രം അതിശയകരമായ ശാന്തതയിൽ നിൽക്കുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത്. അവന്റെ മുഖത്ത് പേടിയായിരുന്നില്ല,
വേദനയും തോൽവിയിലും നിറഞ്ഞൊരു ഗൗരവം മാത്രം. കണ്ണുകളിൽ തെളിയുന്നത് ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഈ കപ്പലിനൊപ്പം ഞാനും അവസാനിക്കും എന്നുള്ള മനസ്സാക്ഷിയുടെ ശബ്ദം. കാറ്റിൽ അവൻ്റെ കോട്ടുലയുന്നു, കപ്പലിൻ്റെ ലൈറ്റുകൾ ഒന്നൊന്നായി അണയുന്നു, ബ്രിഡ്ജിൻ്റെ നിലം വെള്ളം നിറയുന്ന ശബ്ദത്തിൽ മുങ്ങുന്നു. അവൻ പതുക്കെ, വളരെ പതുക്കെ ബ്രിഡ്ജിൻ്റെ മുന്നിലേക്ക് നടക്കുന്നു. പടിയിറങ്ങുന്നില്ല, ഒന്നും പറയുന്നില്ല. തൻ്റെ കപ്പലിനോടുള്ള കടമ നിറവേറ്റുന്ന ഒരുവനെ പോലെ നിൽക്കുന്നു. ഒരു വലിയ തിരമാല ബ്രിഡ്ജ് ഭാഗത്തേക്ക് ഉയരുന്നു. വെള്ളത്തിൻ്റെ കരിങ്കടലിൽ അവൻ്റെ രൂപം ഹ്രസ്വമായി മാത്രം കാണാം. അവൻ മായുന്നു നിശബ്ദമായ കറുത്ത വെള്ളത്തിൽ, ടൈറ്റാനിക്കിൻ്റെ ആത്മാവിനൊപ്പം. പുലർച്ചെ 2:18. സമുദ്രത്തിൻ്റെ അടിത്തട്ട് വരെ നടുങ്ങുന്നൊരു ഭീകര ഗർജനമുയർന്നു. അത് കേട്ട നിമിഷം ടൈറ്റാനിക് വേദനയിൽ വിലപിക്കുന്ന ഒരു ജീവി പോലെ നടുങ്ങി. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് മഹാഭീമൻ കപ്പൽ മധ്യത്തിൽ നിന്നും പൊട്ടിത്തെറിച്ച പോലെ രണ്ടായി പിളർന്ന് താഴേക്ക് തകർന്നു വീണു. ആ നിമിഷത്തിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങളും അതിനൊപ്പം പിളർന്നു തകർന്നു. പുലർച്ചെ 2:20. ടൈറ്റാനിക്കിന് അതിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു തുടങ്ങി. കപ്പലിന്റെ പിന്നിലെ ഉയർന്നു നിന്ന ഭാഗം പതുക്കെ വെള്ളത്തിന്റെ ദിശയിലേക്ക് താഴ്ന്നു തുടങ്ങി. ചില നിമിഷങ്ങളോളം ആ വലിയ ഇരുമ്പ് ഘടന മുകളിലായി വിറങ്ങലിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. പിന്നീട് അതിന്റെ ഭാരം താങ്ങാനാകാതെ ഇടുങ്ങുന്ന ശബ്ദത്തോടെ താഴേക്ക് വഴുതി തുടങ്ങി. വെള്ളം കപ്പലിന്റെ മുകളിലൂടെ കയറി. മിന്നിമറിയുന്ന ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞുപോയി. കപ്പലിന്റെ അവസാന ഭാഗം വെള്ളത്തിനടിയിലേക്ക് പതുക്കെ മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. ലൈഫ് ബോട്ടുകളിൽ നിന്ന് നോക്കുന്നവർക്ക് അതൊരു വിചിത്രമായ കാഴ്ചയായിരുന്നു. ഇത്ര വലിയൊരു കപ്പൽ ഇത്രയും വേഗത്തിൽ കടലിനടിയിലേക്ക് അപ്രത്യക്ഷമാകുന്നത്. അവസാനം ടൈറ്റാനിക്കിന് മുകളിലെ ചെറിയ ഭാഗം പോലും വെള്ളത്തിന് മുകളിൽ കാണാതായി. ശേഷം കേട്ടത് തീരങ്ങൾക്കിടയിൽ തിരിച്ചു മുഴങ്ങുന്ന ഒരു വലിയ വെള്ളച്ചാട്ട ശബ്ദം മാത്രം. ആ ശബ്ദം അടങ്ങിയപ്പോൾ സമുദ്രം വീണ്ടും ശാന്തമായി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർക്ക് ടൈറ്റാനിക് പോയെന്ന സത്യം അതേ നിമിഷം തന്നെ മനസ്സിലായി. ടൈറ്റാനിക് പൂർണ്ണമായി മുങ്ങിയതിനു ശേഷം കടലിന് മുകളിൽ ഇപ്പോഴും ചില ലൈഫ് ബോട്ടുകളും വെള്ളത്തിൽ പൊങ്ങിക്കൊടുക്കുന്ന ആളുകളുമുണ്ടായിരുന്നു. വെള്ളത്തിന്റെ താപനില വളരെ കുറഞ്ഞതിനാൽ അതിൽ വീണവർക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രം ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥ. തണുപ്പ് അവരുടെ ശരീരശക്തി വേഗത്തിൽ കുറച്ചു. ശ്വാസമെടുക്കാനും കൈകൾ ചലിപ്പിക്കാനും പോലും കഴിയാത്ത അവസ്ഥ. ബോട്ടുകളിൽ ഇരുന്നവർ വെള്ളത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന യാത്രക്കാരെ കണ്ടെങ്കിലും ബോട്ടുകൾ നിറഞ്ഞതിനാൽ പെട്ടെന്ന് തിരികെ പോകാൻ സാധിച്ചില്ല. ചില ബോട്ടുകൾക്ക് മറിഞ്ഞു പോകുമെന്ന ഭയവും ഉണ്ടായിരുന്നു. മിനിറ്റുകൾ കടന്നപ്പോൾ വെള്ളത്തിലുള്ള ആളുകളുടെ ശബ്ദം അവസാനിച്ചു തുടങ്ങുകയായിരുന്നു. പലരും തണുപ്പ് കാരണം അവരുടെ ശക്തി നഷ്ടപ്പെട്ട് നിശബ്ദരായി വെള്ളത്തിനുള്ളിലേക്ക് വഴുതിപ്പോയി. ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടവർക്ക് ആ കാഴ്ച മറക്കാൻ സാധിച്ചില്ല. തങ്ങളാൽ ആരെയും സഹായിക്കാനായില്ലെന്ന ദുഃഖവും അവരുടെ മനസ്സിൽ ബാക്കിയാവുകയായിരുന്നു. ഈ സമയത്ത് തീരങ്ങളിൽ നിന്നും സഹായ കപ്പലുകൾ വരികയും സ്ഥലത്തെത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ടൈറ്റാനിക് മുങ്ങിയത് എല്ലാം വളരെ വേഗത്തിൽ സംഭവിച്ചതിനാൽ വെള്ളത്തിൽ വീണ പലർക്കും ഒരവസരവും ലഭിച്ചില്ല. ടൈറ്റാനിക് മുങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. രാത്രിയുടെ തണുപ്പ് അതിന്റെ പരമാവധി ശക്തിയിൽ. ലൈഫ് ബോട്ടുകളിൽ ഇരുന്നവർ തണുപ്പിൽ വിറച്ച് ഒരാൾ മറ്റൊരാളെ ചേർത്ത് പിടിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ദൂരെയായി കടലിന്റെ ഇരുട്ടിനെ തുളച്ച് ഒരു ചെറിയ വെളിച്ചം മാത്രം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ആരും വിശ്വസിച്ചില്ല, അത് ശരിക്കും ഒരു കപ്പലാണോ? ഓരോ നിമിഷം കഴിയുന്തോറും ആ വെളിച്ചം കുറെ കൂടി തെളിഞ്ഞു വന്നു. ലൈഫ് ബോട്ടുകളിൽ നിന്നൊരു ശ്വാസം പോലെ കാർപാത്തിയ, കാർപാത്തിയ വരുന്നു എന്നാരോ വിളിച്ചു പറഞ്ഞു. വീണ്ടും ജീവിക്കാനുള്ള പ്രതീക്ഷ ആളുകളുടെ കണ്ണിൽ പതുക്കെ തെളിഞ്ഞു വന്നു. കാർപാത്തിയ കപ്പലിന്റെ ഡെക്കിൽ കമ്പിളികൾ, ചൂടുവെള്ളം, ഭക്ഷണം, കയറുകൾ ഒക്കെ തയ്യാറായിരുന്നു. കാർപാത്തിയ കടലിന്റെ നടുവിൽ ഒരു മാതാവിന്റെ കൈയായി കാത്തുനിന്ന പോലെ ലൈഫ് ബോട്ടുകളിലുള്ളവരെ തന്റെ അരികിലേക്ക് കൂട്ടിയെടുത്തു. ഒരാളെയും വേഗത്തിൽ പിടിച്ചോ തള്ളി ഉയർത്തിയോ അല്ല, ശ്രദ്ധയോടുകൂടി സാവധാനമായി അവർ പലരെയും കൈപിടിച്ച് കപ്പലിലേക്ക് കൊണ്ടുവന്നു. തണുപ്പ് മൂലം സംസാരിക്കാനാവാത്തവർ കപ്പലിലേക്ക് കയറിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. ശരീരം വിറങ്ങലിച്ചവരെ പുതപ്പുകൊണ്ട് പൊതിഞ്ഞപ്പോൾ പലരും ചൂടിന്റെ സ്പർശം കിട്ടുന്ന നിമിഷം ഉടനെ കരയാൻ തുടങ്ങി. കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും പറയാതെ പൊതിഞ്ഞിരിക്കുന്ന അമ്മമാർ അവരെ കയറ്റി സഹായിച്ച ക്രൂവിനോട് കണ്ണീരോടെ തലകുനിച്ച് നന്ദി പറഞ്ഞു. ചിലർ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. അവിടെ ഇപ്പോൾ ശാന്തമായൊരു മരിച്ചവരുടെ ഓർമ്മ മാത്രം. ആഴത്തിൽ നിന്ന് വരുന്ന കാറ്റ് അവരുടെ വേദനയെ വീണ്ടും സ്പർശിച്ചു. ലൈഫ് ബോട്ടുകളും ശൂന്യമാക്കി കാർപാത്തിയ 705 പേരെ ഉൾക്കൊണ്ട് ചൂടും സുരക്ഷയും നൽകിക്കൊണ്ട് ന്യൂയോർക്കിലേക്കുള്ള യാത്ര തുടങ്ങി. എന്നാൽ രക്ഷപ്പെട്ട 705 പേരുടെ കണ്ണുകളിലും മിഴിവിനൊപ്പം ഒരു നൊമ്പരം വിഴിഞ്ഞിരുന്നു. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇനി വരില്ല. കാർപാത്തിയ ആ രാവിൽ രക്ഷിച്ച് കുറെ മനുഷ്യരെ മാത്രമല്ല, ഇനിയും പ്രതീക്ഷ ഉണ്ടെന്ന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സന്ദേശം നൽകുകയായിരുന്നു.
കാർപാത്തിയുടെ ക്യാപ്റ്റൻ ആർത്തർ റോസ്ട്രോൺ കപ്പൽ ജീവനക്കാർക്ക് ഒരൊറ്റ നിർദ്ദേശം മാത്രം നൽകി: എത്രയും വേഗത്തിൽ സുരക്ഷിതരാക്കുക, ജീവനുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കപ്പലിലെ ക്രൂ മുഴുവനും പൂർണ്ണ സഹകരണത്തോടെ പ്രവർത്തിച്ചു. ഒരു യാത്രക്കാരും അവഗണിക്കപ്പെട്ടില്ല. രാത്രി ഇഴഞ്ഞിറങ്ങുമ്പോൾ ഡെക്ക് നിശബ്ദമായിരുന്നു. ഓരോരുത്തരും പുതപ്പുകൾ കൊണ്ട് പൊതിഞ്ഞു കിടന്നപ്പോൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ ഓർത്തു. ഒരമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കരഞ്ഞു. അച്ഛനെ ഇനി വരാനാവില്ല എന്നാണ് അവൾ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു യുവതി തന്റെ വിവാഹമോതിരം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ട ഭർത്താവിന്റെ പേരിൽ ശബ്ദം പോലും വരാതെ പ്രാർത്ഥിച്ചു. ഒരു ചെറുപ്പക്കാരൻ "അച്ഛാ, എവിടെയാണ്?" എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് മറുപടി പറയാനായില്ല. ഈ നിശബ്ദതയായിരുന്നു ടൈറ്റാനിക് ദുരന്തത്തിന്റെ യഥാർത്ഥ ഭാരം. കടലിന്റെ നീണ്ട യാത്രയിൽ രക്ഷപ്പെട്ടവർ തമ്മിൽ കഥകൾ പങ്കുവച്ചു. ഓരോരുത്തർക്കും തങ്ങളെ രക്ഷിച്ച അത്ഭുത നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അത്രയേറെ പേരുടെ ജീവനുകൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറിപ്പോയിരുന്നു. കാർപാത്തിയയുടെ ജീവനക്കാർ പല ദിവസങ്ങളും വിശ്രമം പോലും എടുക്കാതെ രക്ഷപ്പെട്ടവരെ പരിപാലിച്ചു. കാർപാത്തിയ ന്യൂയോർക്ക് തുറമുഖത്തെത്തുമ്പോൾ ആയിരങ്ങൾ ആശങ്കയോടെ കാത്തിരിക്കുകയായിരുന്നു. ബന്ധുക്കൾ, പത്രപ്രവർത്തകർ, രക്ഷാസംഘങ്ങൾ. ലോകം ആദ്യമായി മനസ്സിലാക്കി ടൈറ്റാനിക് യഥാർത്ഥത്തിൽ മുങ്ങിയെന്നും മിക്കവരുടെയും ജീവൻ നഷ്ടപ്പെട്ടെന്നും. രക്ഷപ്പെട്ടവർ കപ്പലിൽ നിന്നിറങ്ങുമ്പോൾ പലരും പ്രിയപ്പെട്ടവരുടെ പേരുകൾ വിളിച്ചന്വേഷിച്ചു. പലർക്കും അതിന് മറുപടി കിട്ടിയില്ല. അവരുടെ മുഖത്ത് കാണപ്പെട്ടത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ശാന്തമായൊരു ദുഃഖമായിരുന്നു. ടൈറ്റാനിക് മുങ്ങിയതിനു ശേഷം ലോകമെമ്പാടും അന്വേഷണങ്ങൾ ആരംഭിച്ചു. എന്തുകൊണ്ട് വേഗം കുറച്ചില്ല? എന്തുകൊണ്ട് ലൈഫ് ബോട്ടുകളുടെ എണ്ണം കുറവായിരുന്നു? അപകട സൂചനകൾ അവഗണിക്കപ്പെട്ടോ? ഈ ചോദ്യങ്ങൾ കപ്പലിന്റെ മുങ്ങൽ മാത്രമല്ല, സമുദ്രയാത്രയ്ക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നു. പിന്നീട് എല്ലാ കപ്പലുകൾക്കും മതിയായ ലൈഫ് ബോട്ടുകൾ നിർബന്ധമാക്കി. ഐസ് പെട്രോൾ ആരംഭിച്ചു. വയർലെസ് കമ്മ്യൂണിക്കേഷൻ 24 മണിക്കൂറും പ്രവർത്തിക്കണം എന്ന നിയമം നടപ്പിലാക്കി. സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കി. ടൈറ്റാനിക് മുങ്ങിയെങ്കിലും അത് പഠിപ്പിച്ച പാഠങ്ങൾ ലക്ഷക്കണക്കിന് ജീവൻ പിന്നീട് രക്ഷിച്ചു. ആ 705 പേരുടെ ജീവൻ കാർപാത്തിയ രക്ഷിച്ചെങ്കിലും അവരുടെ ഹൃദയത്തിൽ ആ രാത്രിയുടെ ഓർമ്മകൾ എന്നും തുടരുമായിരുന്നു. ശാന്തമായ കടലിൽ മുഴങ്ങും ഒരു വേദനയുടെ നിഴലായി. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം അറ്റ്ലാന്റിക് കടലിന്റെ മേൽപ്പരപ്പിൽ വീഴുമ്പോൾ രാത്രിയിലെ മുഴുവൻ നിലവിളികളും ചിതറിപ്പോയതുപോലെ തോന്നി. കടൽ വീണ്ടും ശാന്തമായി. എന്നാൽ ആ ശാന്തതയ്ക്കടിയിൽ 1500-ലധികം ആളുകളുടെ ഓർമ്മകൾ ഇന്നും മറഞ്ഞുകിടക്കുന്നു. ടൈറ്റാനിക്കിന്റെ കഥ ഒരു കപ്പൽ മുങ്ങിയതിന്റെ ചരിത്രം മാത്രമല്ല, മനുഷ്യരുടെ പ്രതീക്ഷ, സ്നേഹം, ധൈര്യം, പിഴവുകൾ, നഷ്ടം, ഇവയുടെ മുഴുവൻ കൂടിച്ചേരലുകളാണ്. ടൈറ്റാനിക്കിന്റെ ക്രൂ മെമ്പേഴ്സ് കപ്പലിനും യാത്രക്കാർക്കും വേണ്ടി ചെയ്ത സേവനം അവരെ ചരിത്രത്തിലെ അതുല്യ സാഹസങ്ങളുടെ ഭാഗമാക്കി. പലരുടെയും ജീവൻ നഷ്ടപ്പെടുത്തി. ടൈറ്റാനിക്കിന്റെ ഈ മാഞ്ഞുപോയ വീരന്മാരുടെ കഥയും അവരുടെ ധൈര്യവും ലോകം ഇന്നും ഓർക്കുന്നു. ടൈറ്റാനിക് മുങ്ങിപ്പോയേക്കാം, പക്ഷേ അതിൽ നിലവിളിച്ചവരുടെ ശബ്ദവും രക്ഷപ്പെട്ടവരുടെ കണ്ണീരും മാറിപ്പോയ ജീവിതങ്ങളുടെ കഥകളും കാലമൊരിക്കലും മാഞ്ഞുമറയാൻ അനുവദിച്ചിട്ടില്ല. ഈ കഥ ഇന്നും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ കപ്പൽ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമായി മാറി. പക്ഷേ ടൈറ്റാനിക് ഇന്നും നമ്മോട് പറയുന്നത് ഒരു പാഠം: പ്രകൃതിയോട് ഒരിക്കലും അഹങ്കരിക്കരുത്. മനുഷ്യന്റെ ടെക്നോളജി പ്രകൃതിയുടെ മുന്നിൽ ചെറുതാണ്.